മിനു മുനീർ നമ്മൾ ഇന്ന് രാവിലെ അധിക നേരം സംസാരിച്ചു, വലിയ പ്രതികരണങ്ങൾ വന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലാണ്. നടനും MLA-യുമായ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. മിനു മുനീർ, താങ്കൾ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. നടപടിക്രമങ്ങളിലേക്ക് കടന്നു. രഞ്ജിത്തിൻ്റെ അതിക്രമത്തിന്മേൽ ബംഗാളി നടി പരാതി നൽകിക്കഴിഞ്ഞു. താങ്കൾ എപ്പോഴാണ് പരാതി നൽകുക? നിയമ നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും അടുത്ത നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ ഞാൻ ഇത് പരാതി കൊടുക്കുന്നതായിരിക്കും. നടൻ മുകേഷ് MLA എന്ന നിലയിൽ തുടരുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് വെച്ചാല്, നാട് നന്നാക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെ വീട് നന്നാക്കാൻ കഴിവില്ലാത്ത ഒരാളെ എങ്ങനെ നാട് നന്നാക്കും? ഇദ്ദേഹം വീട്ടിലും ഒരു ഫെയിലർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഫെയിലർ ആയിരുന്നു. സരിത ചേച്ചിയെ 2 മക്കളെയും ഉപേക്ഷിച്ച് പിന്നെ ദേവിക എന്ന നല്ലൊരു നടിയെ, നല്ലൊരു നർത്തകിയെ കല്യാണം കഴിച്ചു, അവരെയും ഉപേക്ഷിച്ചു. അപ്പൊ അവർക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതം കൊടുക്കാത്ത അദ്ദേഹം, ഈ മുകേഷ് MLA അദ്ദേഹം സിനിമയിലെ സ്ത്രീകൾക്കും കഴിയില്ല. പക്ഷേ മിനു മുനീറിനോട് കാട്ടിയത് പ്രകാരം ഒരു MLA സ്ഥാനത്ത് തുടരാനുള്ള അർഹനാണ്. He is not worth to be as a MLA. He is not worth. He has to resign. യഥാർത്ഥത്തിൽ ഈ മിനു മുനീറിനോട് അദ്ദേഹത്തിന് ലൈംഗികമായ ഒരു ആകർഷണം ഉള്ളതായി താങ്കൾക്ക് തോന്നിയിരുന്നോ? അതല്ല ഈ AMMയിൽ അംഗത്വം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇടപെട്ടത്, അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? രാവിലെ സംസാരിച്ചപ്പോൾ മറ്റു ചിലരും ലൈംഗിക താല്പര്യത്തോടുകൂടി താങ്കളുടെ അടുത്തേക്ക് വന്നുവെങ്കിലും മുകേഷ് അങ്ങനെ താങ്കളെ സമീപിച്ചിരുന്നോ? തീർച്ചയായിട്ടും മുകേഷ് പല പ്രാവശ്യം എന്നെ ഫോണിൽ വിളിക്കുകയും പല ഹോട്ടലുകളിൽ എന്നെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ വില്ല, വൈറ്റിലയിലുള്ള വില്ലയോ കാക്കനാടുള്ള വില്ലയോ അവിടെ അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹത്തിന് ശരിക്കും ഇതിനോട് താല്പര്യമുണ്ടെന്ന് എന്നെ അറിയിക്കുകയും പല പ്രാവശ്യം എന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് സമ്മതിക്കാതെ വന്നപ്പോഴാണ് എന്നെ വളരെ ആയിട്ട് എന്നെ അബ്യൂസ് ചെയ്തത്, വെർബലി അബ്യൂസ് ചെയ്തു പുള്ളിക്കാരന്. പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിനെ മൈൻഡില്ലാണ്ട് പോയപ്പോൾ പുള്ളിക്കാരനെ ഇഗ്നോർ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് പോലെ പുള്ളിക്കാരനെ തോന്നുകയും പുള്ളി അപ്പോൾ തന്നെ എന്റെ റൂമിൽ വരികയും ഇതെന്താണ് ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മാറി മാറി നടക്കുന്നേ എന്ന് പറഞ്ഞപ്പം എന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു വാക്ക് അദ്ദേഹം മറന്നുപോയി കാണുമായിരിക്കും, കാൻഡിലിന്റെ കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്റെ റൂമിൽ വന്നു. എനിക്ക് പുള്ളി അവിടെ വെച്ചൊരു കോംപ്രമൈസ് ടോക്കിംഗ് ആയിരുന്നു റൂമിൽ വെച്ച്. അപ്പൊ അവിടെ ഒരു കൊച്ചിനെ ലാളിക്കുന്ന പോലെ ഒരു കോംപ്രമൈസ്, അവിടെ ഒരു ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കോംപ്രമൈസ് ആകാന്നുള്ള രീതിയിൽ എന്തിനാ എന്നോട് ഇങ്ങനെ വൈ കാണ്ട് യു അഡ്ജസ്റ്റ് എന്നാണ് പുള്ളിക്കാരൻ. എന്തുകൊണ്ടൊന്നും സഹകരിച്ചു അങ്ങനെ ഉള്ളത്. തലോടി ഇങ്ങനെ പിടിച്ചു പുറകോട്ട് പിടിച്ചേക്കും. ഞാൻ പെട്ടെന്ന് പുറകോട്ട് വീണു. കട്ടിലായിരുന്നു, തൊട്ട് റൂമല്ലായിരുന്നു. അങ്ങോട്ട് വീണപ്പോഴത്തേക്കും പുള്ളിയും എന്റെ മുകളിലോട്ട് കയറി കിടക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ഉരുണ്ടു മാറി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ ആരോപണമാണ്. അത് ഫിസിക്കൽ ഇന്റൻഷനോട് കൂടിയാണ്, അതൊരു സഹോദരി വാത്സല്യമല്ല അല്ലേ? ഫിസിക്കലി അതായത് ഫാസ്റ്റ് ഈസ് പാസ്റ്റ്, എല്ലാം മറക്കുക. ഐ ആം ദെയർ. പക്ഷെ ഒരു നിമിഷം, അനിലക്കര എന്തോ പറയാൻ വന്നു. അല്ല, ഇവർ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മുകേഷിനെതിരായി മൊഴി കൊടുത്തിരുന്നു. അതാണ് എന്റെ ചോദ്യം. മറ്റാർക്കെങ്കിലും എതിരായി ഞാൻ അതിലേക്കാണ് വന്നത്. മിനു മുനീർ ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയോ നിങ്ങൾ? ഇല്ല, ഞാൻ 2013 ഞാൻ കേരള കൗമുദിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ അന്നേരം അവരോട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തായിരുന്നു. അപ്പൊ ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തതാണ്. മിനു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ അഡ്ജസ്റ്റ്മെന്റിനോട് എന്താണ് മിനു? ഹേമ കമ്മിറ്റി അറിഞ്ഞു കാണുമല്ലോ ആ സമയത്ത്. ഇല്ല, അത് ഹേമ കമ്മിറ്റി ഇല്ല, അന്നേരം 2013 അത് തുടങ്ങിയിട്ടുണ്ടോ? 2013 ഹേമ കമ്മിറ്റി തുടങ്ങിയിട്ടില്ല. ഈ 2018 തുടങ്ങിയത് അല്ലേ? എനിക്ക് ഇഷ്യൂ ഉണ്ടായത് 2008 2012 ഇടയിലുള്ള സമയത്താണ് ഈ ഇഷ്യൂ എല്ലാം നടന്നത്. അത് ഞാൻ 2013 ഞാൻ ഈ കേരളം വിട്ടു പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഇത് സത്യമായിട്ട് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവമേ, ഞാൻ എത്രത്തോളം വിഷമം എനിക്ക് വന്നിട്ടുണ്ട്, ഇത് നീ അവിടെ നിന്ന് കണ്ടുകൊള്ളണമേ. അങ്ങനെ പക്ഷെ ഞാൻ ചെന്നൈ വന്ന് സഹോദരി വാത്സല്യത്തോടുകൂടി എന്ന് തോന്നിക്കുന്ന രീതിയിൽ MLA അന്ന് മുകേഷ് നടൻ പെരുമാറുന്നു. പക്ഷേ അത് സഹോദരി വാത്സല്യമല്ലെന്ന് താങ്കൾ തിരിച്ചറിയുന്നു. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും മുകേഷിനെ കണ്ടിരുന്നു? അയ്യോ, ഒരിക്കലും സഹോദരിയല്ല.
നാടകമേ ഉലകം കണ്ടിരുന്നു. എന്താ കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു പഴയ ലാസ്റ്റ് ഒരു സിനിമയുണ്ട്, യാത്ര ചോദിക്കാതെ, അതിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? അപ്പോഴും ഞാൻ എന്റെ ഫേസ് കൊടുത്തില്ല പുള്ളിക്കാരനോട്. പുള്ളിക്കാരൻ കാര്യം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും ആ സൈഡിലോട്ടേ പോയില്ല. ഞാൻ വളരെ മാറിയ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് ഞാൻ വളരെ ദൂരെ പോയിരുന്നു. മിനു മുനീർ, ഈ അന്ന് ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ചിത്രീകരണ വേളയിൽ റൂമിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു സഹോദരി വാത്സല്യമല്ല എന്നത് ഉറപ്പാണ് അല്ലേ മിനു? അപ്പൊ തീർച്ചയായിട്ടും അയ്യോ അതെങ്ങനെ സഹോദരി ഇത് വരുന്നത്? അദ്ദേഹത്തിന് എന്നോട് വളരെ നല്ല പ്രേമം തന്നെയായിരുന്നു, പ്രേമവും കാമവുമായിരുന്നു സത്യമായിട്ടും. അതായത് നീ പാസ്റ്റൊക്കെ മറക്ക്, നിനക്ക് ഇനി വേണമെങ്കിൽ ഞാൻ നിനക്ക് പ്രേമം ഒരു കുറ്റകൃത്യമല്ല. ഹലോ, കുറ്റകൃത്യമല്ല, പക്ഷെ എന്റെ ബോഡിയിൽ എന്റെ കൺസെന്റ് ഇല്ലാതെ തൊടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, എത്ര വെള്ളം പ്രേമിച്ചോട്ടെ, നമുക്കത് പ്രശ്നമല്ല. പക്ഷെ ഒരു സ്ത്രീയുടെ ശരീരത്തെ അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് തൊടാൻ പറ്റില്ല.